അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമനു വഅമിലു സ്സാലിഹാത്ത്. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അടിക്കടി കാണുകയും ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന രണ്ട് പദങ്ങൾ: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. അല്ലാഹു തആല വിശ്വാസത്തോടൊപ്പം തന്നെ അത്രയേറെ ഗൗരവത്തോടു കൂടി നമ്മളോട് നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് സൽക്കർമ്മം എന്നുള്ളത്. എന്താണ് ഈ സൽക്കർമ്മം അല്ലെങ്കിൽ അമലു സാലിഹാത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മിൽ പലരും ആദ്യം പറയുന്ന ഒരു ഉത്തരം നമസ്കരിക്കുക, നോമ്പെടുക്കുക പോലുള്ള ആരാധനാകർമ്മങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമസ്കാരം, നോമ്പ് പോലെയുള്ള ആരാധനാകർമ്മങ്ങൾ നമ്മിൽ നിർബന്ധമാണ്. അതായത് അത് ഷഹാദത്ത് ചൊല്ലിയത് മുതൽ അത് നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതിലെന്തെങ്കിലും വീഴ്ച വരുത്തുന്നുണ്ട് എങ്കിൽ, അലസത കാണിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈമാനിന് അതിലൂടെ കോട്ടം തട്ടുന്നു എന്നതാണ്. ഈ പറഞ്ഞ ആരാധനാ കർമ്മങ്ങളിലൂടെ പ്രചോദനം ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് വരുന്ന കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ, ആക്ഷൻസ്, ഇതാണ് അമലുസാലിഹാത്ത് അല്ലെങ്കിൽ സൽക്കർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാധനാകർമ്മങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്ത് വേണം? ഒരു നിയ്യത്തുണ്ടായിരിക്കണം. എന്തായിരിക്കണം ആ നിയ്യത്ത്? അല്ലെങ്കിൽ എന്തായിരിക്കും ആ നിയ്യത്ത്? ഞാൻ ഇന്ന് പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ പടച്ചവനായിരിക്കണം. അതായത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ഈ ഒരു കർമ്മം ചെയ്യാൻ പോകുന്നു എന്നത് നമ്മുടെ ഉള്ളിലാണ് ആ ബോധം അല്ലെങ്കിൽ ആ നിയ്യത്ത് ഉണ്ടായിരിക്കേണ്ടത്. അതായത് അതിന് പ്രത്യേകം സമയമെടുത്ത് ഒരു ഭാഗത്ത് തിരിഞ്ഞു നിന്ന് അത് പറയുക എന്നതൊന്നുമല്ല. നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടായിരിക്കണം? ആ നിയ്യത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നിയ്യത്ത് വിട്ടിട്ടുള്ള കളിയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും, എല്ലാ കർമ്മങ്ങളും എന്തനുസരിച്ചാണ്? നിയ്യത്ത് അനുസരിച്ചാണ്. അത് പ്രത്യേകം നമ്മൾ പറയേണ്ടതില്ല. ഇനി നമുക്ക് വരുന്ന സംശയമാണ് എന്ത്? ഈ പറയുന്ന സൽക്കർമ്മങ്ങളെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റും? അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോകം ഏതാണ്? ഈ സൽക്കർമ്മം എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ്റെ ശരീരം, നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ഏത് അവയവങ്ങൾ കൊണ്ടും ഈ പറയുന്ന സൽക്കർമ്മം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സുകൊണ്ടും, നാവ് കൊണ്ടും, കൈകൾ കൊണ്ടും, കാലുകൊണ്ടും എന്താണ് നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. മറ്റൊന്ന്, ഈ പറയുന്ന സൽക്കർമ്മത്തിന് എന്തില്ല? പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അതായത് അത് ഇത്ര മുതൽ ഇത്ര വരെ ആയിരിക്കണം എന്നിങ്ങനെ ഒരു അളവില്ല. നുള്ളോളം ചെയ്താലും സൽക്കർമ്മത്തിൽ വരും, കുന്നോളം ചെയ്താലും സൽക്കർമ്മത്തിൽ വരും. അതിൻ്റെ പ്രതിഫലത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്താണ്, ഇത്തിരി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ അത് ചെയ്താലും സൽക്കർമ്മത്തിൽ രേഖപ്പെടുത്തും. ഒരുപാട് ചെയ്യാനുണ്ട്, ആ അവസരത്തിൽ അത് ചെയ്യുകയാണെങ്കിൽ അതും സൽക്കർമ്മത്തിൽ രേഖപ്പെടുത്തും. അതായത് ഒരു പണ്ഡിതനും ഒരു പാമരനും എന്ത് ചെയ്യാം? സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. അതല്ലാതെ ഒരു സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ ഇത്ര മുതൽ ഇത്ര വരെ ചെയ്താലേ സൽക്കർമ്മത്തിൽ വരുള്ളൂ, അതിൻ്റെ കുറച്ച് താഴെ പോയി കഴിഞ്ഞാൽ അത് സൽക്കർമ്മത്തിൽ വരില്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ് അമൽ സാലിഹാത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകതയാണ് ഈ സൽക്കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും, അതിനുള്ള അവസരം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് പ്രത്യേകം വണ്ടി കയറി ഒരു ദൂരം പോകേണ്ടതൊന്നുമില്ല, അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ പോയാൽ, ഇന്ന ആളുകളുടെ കൂട്ടത്തിൽ പോയാൽ, അല്ലെങ്കിൽ ഇന്ന ആളെ കണ്ടാലേ സൽക്കർമ്മം ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല. അത് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ എന്താണ്, അതിനുള്ള അവസരങ്ങൾ നമ്മുടെ ചുറ്റും, നമ്മുടെ വീടുകൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, അത് മുതൽ നമ്മൾ ആരോടൊക്കെയാണോ ഇടപെടുന്നത്, എവിടെയൊക്കെയാണോ പോകുന്നത്, ഇവിടങ്ങളിലൊക്കെ എന്തുണ്ട്? സൽക്കർമ്മം ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് എന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി അത്ഭുതം നിറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട്. അല്ലാഹു തആല ചില കാര്യങ്ങൾ നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കൽ, അതിൽ നിന്ന് വിട്ടു നിൽക്കൽ എന്താണ്? സൽക്കർമ്മമാണ്. ഉദാഹരണത്തിന്, കച്ചവടത്തിൽ കൃത്രിമം കാണിക്കരുത് എന്നുള്ളത് റബ്ബിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, ഇഷ്ടം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ പറയുന്ന കർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്താണ്? സൽക്കർമ്മത്തിൽ പെടുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഓരോ അവയവങ്ങളിലും, സൂര്യോദയം നടക്കുന്ന ഓരോ ദിവസങ്ങളിലും പുണ്യമുണ്ട്, നന്മയുണ്ട്. രണ്ടാളുകൾക്കിടയിൽ നീതി പാലിക്കുന്നത്, ഒരാളെ വാഹനത്തിൽ കയറാൻ സഹായിക്കുന്നത്, ഒരാളുടെ സാധന സാമഗ്രികൾ വാഹനത്തിൽ കയറ്റാൻ സഹായിക്കുന്നത്, വഴിയിലുള്ള ഉപദ്രവം നീക്കം ചെയ്യുന്നത്,
നല്ല വാക്ക്, ഒരാളോട് നല്ല വാക്ക് സംസാരിക്കുന്നത്, നമസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് നടന്നു പോകുന്നത്, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? നന്മയിൽ വരുന്നതാണ്. അല്ലെങ്കിൽ ഇതിലൊക്കെ എന്തുണ്ട്? ധർമ്മമുണ്ട്. അപ്പോൾ സൽക്കർമ്മത്തിൻ്റെ ലോകം അതിവിശാലമാണ്. നമുക്ക് നമ്മുടെ ലൈഫായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാമല്ലോ. ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവർ, അത് ഇണകൾ തമ്മിലാവട്ടെ, ഇനി മക്കളോടാവട്ടെ, നമ്മുടെ സഹോദരങ്ങളോടാവട്ടെ, നമ്മുടെ ഇനിയിപ്പോൾ വീട്ടിന് പുറത്തിറങ്ങിയാൽ നമ്മുടെ ചുറ്റുമുള്ളവരോടാവട്ടെ, അവരോട് ഏറ്റവും നല്ല വാക്കുകൾ പറയുന്നത് സൽക്കർമ്മമാണ്. അതേപോലെ തന്നെ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ അവരെ പുച്ഛിക്കാതിരിക്കലോ എന്താണ്? സൽക്കർമ്മത്തിൽ വരുന്നതാണ്. മറ്റൊന്നാണ്, നമ്മളൊരു പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ശേഷം മറ്റൊരാൾ കൂടി ഉപയോഗിക്കാനുള്ളതാണ് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അത് നന്മയാണ് എന്ന ബോധത്തോടു കൂടി എന്താക്കുക? നമ്മൾ ഉപയോഗിച്ചതിനെ വൃത്തിയാക്കുക എന്നുള്ളത് എന്താണ്? സൽക്കർമ്മമാണ്. നമ്മളൊരു പള്ളിയിലേക്ക് കയറുന്നു, അവിടെ നമ്മളെ ചെരുപ്പ് ആ പള്ളിയുടെ പരിസരം വൃത്തിയായിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആ ചെരുപ്പ് ഏറ്റവും അടുക്കും ചിട്ടയോടും കൂടി വെക്കൽ എന്താണ്? സൽക്കർമ്മമാണ്. ഒരു കല്യാണത്തിനൊക്കെ പോയി വന്നാൽ നമുക്ക് വല്ലാത്തൊരു ത്വരയാണ് ഉമ്മാനോടോ അനിയത്തിമാരോടോ അല്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെ വിളിച്ചിട്ട് പറയാൻ. എന്ത്? അവിടെ കണ്ട ആളുകളെ കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാൻ. എടീ, ഞാൻ ഇന്നയാളെ കണ്ടിരുന്നു, എന്തോരം കിബറ, ഒന്ന് ചിരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. പക്ഷെ പറയരുത്. അങ്ങനെ ആളുകളെ വിലയിരുത്താതിരിക്കുക എന്ന് പറയുന്നത് സൽക്കർമ്മങ്ങളിൽ വരുന്നതാണ്. മറ്റൊന്നാണ്, ഈമാനിൻ്റെ ഒരു ശാഖയാണ് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ എന്ന് നമുക്കറിയാം. അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് ആളുകളുടെ കാലിലൊന്നും തട്ടാതിരിക്കാൻ നമ്മൾ കാണുന്ന മുള്ള്, കുപ്പിച്ചില്ല് പോലെയുള്ള സാധനങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളത്. പക്ഷെ അത് മാത്രമല്ല, വഴിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക, അതായത് നമ്മൾ തുപ്പിയിടാതിരിക്കുക, നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് ഇടാതിരിക്കുക, ഇതൊക്കെ എന്താണ്? വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യുന്നതിൽ വരുന്നതാണ്. ഇല്ലേ, നമ്മുടെ നമ്മളൊരു മിഠായിയാണ് തിന്നതെങ്കിൽ പോലും ആ മിഠായി കടലാസ് അവിടെ നിക്ഷേപിക്കാതിരിക്കാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. ഒന്നുകിൽ നമ്മുടെ ബാഗിലോ നമ്മുടെ വണ്ടിയിലോ അത് വെക്കുക. കുറച്ചൊന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുന്നോട്ടൊന്ന് നടന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ടാവും. ഷോപ്പുകളുടെയൊക്കെ മുമ്പിൽ എന്തുണ്ടാവും? അല്ലെങ്കിൽ ആ ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഡസ്റ്റ്ബിൻ പോലെയുള്ള കാര്യങ്ങളുണ്ടാവും. അവിടെ പോയി ഇടാൻ നമ്മൾ ശീലിക്കണത്. അതൊക്കെ എന്തിൽ വരുന്നതാണ്? വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുന്നതിൽ വരുന്നതാണ്. അതൊക്കെ സൽക്കർമ്മങ്ങളിലാണ് ഉൾപ്പെടുന്നത്. നമുക്കെപ്പോഴുള്ളൊരു കംപ്ലൈൻ്റ് ആണ്, അതായത് നമ്മളൊന്ന് ഒരു 2-3 ആളുകൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്നൊരു കാര്യമാണ് എന്ത്? നമ്മുടെ ചുറ്റിലും നടക്കുന്ന കുറേ തെറ്റുകൾ, തിന്മകൾ, ദൂഷ്യങ്ങൾ, ഇതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ പറയും എന്ത്? നന്മകളൊന്നും കാണാനേ ഇല്ല, നല്ല കാര്യങ്ങളൊന്നും ഇപ്പോൾ ചുറ്റിലും നടക്കുന്നേ ഇല്ല, എല്ലാത്തിനെയും തെറ്റുകളും തിന്മകളൊക്കെ ഇങ്ങനെ അതിജയിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നന്മ ചെയ്യേണ്ടവർ നമ്മളാണ് നന്മകളെ അധികരിപ്പിക്കേണ്ടവർ. നമ്മുടെ നന്മകളെ അധികരിപ്പിക്കുമ്പോഴാണ് തിന്മയുടെ സ്കെയിൽ എന്താകുന്നത്? അത് താഴോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ്, ഇപ്പോൾ സൽക്കർമ്മത്തിൻ്റെ വിശാലമായ ലോകം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റും അതിനുള്ള ധാരാളം അവസരങ്ങളും സാഹചര്യങ്ങളുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.